ഹലോ, ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിൻ്റെ കാത് കുത്താൻ പോണേണ്. അപ്പോൾ നമുക്ക് കാത് കുത്തുന്നാലോ? നമ്മളിവിടെ അടുത്തുള്ള തട്ടാനടുത്താണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഗൺ ഷോട്ട് ചെയ്യാനൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തട്ടാനടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. നേരത്തെ കൊണ്ടുപോയി കമ്മലൊക്കെ കൊടുത്ത് അതിനനുസരിച്ച് സൂചി ഷാർപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടികൾക്കും ഓരോ സൂചിയാണ് എടുക്കാനുള്ളത്. അപ്പം നമ്മളവിടെ അങ്ങനെ പോയി. എനിക്ക് ജ്വല്ലറി പോകാനോ ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും വലിയ താല്പര്യം ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ തട്ടാന ഭയങ്കര കാര്യമാണ്. കാരണം എൻ്റെ കാത് കുത്തിയതും മൂക്ക് കുത്തിയതും കുഞ്ഞിൻ്റെ കാത് കുത്തിയതും പിന്നെ അനിയത്തിമാരൊക്കെ കുത്തിയതൊക്കെ ഈ പുള്ളിയായതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളീനെ ഭയങ്കര കംഫർട്ടായിരുന്നു. കാരണം ഇതുവരെ പഴുത്തിട്ടില്ല. ഇനി കുഞ്ഞിൻ്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഉള്ള എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തട്ടാനടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. ആ ചേട്ടൻ നല്ല അന്തസ്സായിട്ടാണ് കുത്തുന്നത്. ആദ്യമേ നമുക്ക് കാതിൽ പോയിൻ്റൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുത്തി. ആവശ്യത്തിന് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും കാര്യമൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ വാക്സിനേഷൻ എടുക്കാനൊക്കെ പോയി. ആവശ്യത്തിന് നല്ല കരച്ചിലേയും കണ്ണുകളും ഉള്ളതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കരയാൻ തോന്നിയില്ല കേട്ടോ. കാരണം അറിയാലോ, നമുക്കിത് ആവശ്യമായിട്ടുള്ള കാര്യമല്ല, ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നീട് അത് അവർക്ക് ഗുണം ചെയ്യുള്ളൂ. പിന്നെ 3 മാസം കഴിഞ്ഞ് 4 മാസം ആവാറായിട്ടുണ്ട്. എല്ലാവരും കൊച്ചിന് കാത് കുത്തുമ്പോഴത്തേക്കും ഒരു 3 മാസത്തിനും 4 മാസത്തിനൊക്കെ ഇടയ്ക്കെങ്കിലും മിനിമം കുത്തണം കേട്ടോ. 6 മാസമൊന്നും ആവാൻ നിൽക്കരുത്. കാരണം അപ്പോഴത്തേക്കും ആകുമ്പോൾ കുഞ്ഞുങ്ങൾ വേദന ഉണ്ടാകും, കാതിനെ പിടിക്കാനും ഒക്കെ തുടങ്ങും. അപ്പോൾ നമുക്കത് കുറേ കൂടെ ബുദ്ധിമുട്ടുണ്ട്. ഇതാകുമ്പോൾ കുത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ആശാത്തി ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കുത്തി ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തത് കുത്തിയത്. രണ്ടിനും കരച്ചിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പാലൊക്കെ കുടിച്ച് ഉറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ആശാത്തി ഇതൊക്കെ മറന്നു പോയിട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കാത് കുത്തണം എന്ന് പറയുന്നത്. സൂചി കൊണ്ട് കുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുത്തണമായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. പുള്ളിക്കാരി ഹാപ്പിയായി, അപ്പോൾ സുന്ദരിയുമായി. ഓക്കെ, ബൈ, സീ യു.